മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയിൽ വമ്പൻ ഇടിവാണ്. വ്യാപാരാരംഭത്തിൽ സെൻസെക്സ് 1100 പോയിന്റ് ഇടിഞ്ഞു. ബ്ലഡ് ബാത്താണ്. സ്വർണ്ണവിലയിൽ കുറവുണ്ടായി. ഗ്രാമിന് 300 രൂപ കുറഞ്ഞു. പവന് 2400 രൂപ കുറഞ്ഞു. ഒരു പവന്റെ വില 1,24,520 രൂപയായി. ക്രിസ്റ്റ ചെറിയാൻ ബിസിനസ് സർക്കിളിൽ നിന്ന്. ക്രിസ്റ്റീന, സ്വർണ്ണവും ഈ ട്രേഡ് മാർക്കറ്റൊക്കെ നേർക്കുനേർ ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണോ എന്നറിയില്ല. പക്ഷേ നേർക്കുനേർ ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലുള്ള എണ്ണവില 10%, $84 പെർ ബാരൽ എന്ന മട്ടിൽ 9% to 10% വർധന. അത് നേർക്കുനേർ നമ്മളെ അടക്കം നേർക്കുനേർ ഉടനെ ബാധിക്കാൻ പോകുന്നതാണ്. അവിടെ ഹോർമൂസ് കടലിടുക്കിൽ അസ്വസ്ഥത തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. നമുക്കറിയാം, യുദ്ധം എവിടെ വന്നാലും അത് സാമ്പത്തിക മേഖലയെയും വിപണിയെയും വലിയ തോതിൽ ബാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. നമുക്ക് ആദ്യം സ്വർണ്ണവിലയിലേക്ക് പോകാം. സ്വർണ്ണവില ഇന്ന് സംസ്ഥാനത്ത് 2400 രൂപ കുറഞ്ഞ് പവന് 1,24,520 രൂപയും ഗ്രാമിന് 300 രൂപ കുറഞ്ഞ് 15,565 രൂപയുമാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും രാജ്യാന്തര വിപണിയിൽ ഇന്ന് സ്വർണ്ണവില 7% കൂടി $5,300 എന്ന നിലയിലാണ് ഔൺസിന് വ്യാപാരം നടക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ വില കുറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും രാജ്യാന്തര വിപണിയിൽ വില കൂടാതെയും അതേസമയം തന്നെ ഞായറാഴ്ചയായിട്ട് കൂടി കഴിഞ്ഞ ദിവസം കേരളത്തിൽ സ്വർണ്ണത്തിന്റെ വില കൂടിയിരുന്നു. കാരണം ദുബായ് മാർഗമൊക്കെ ഉള്ള സ്വർണ്ണം മുടങ്ങും എന്ന ഒരു ധാരണയിലാണ് നമുക്കവിടെ വില കൂടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ വില കുറയുകയാണ് ചെയ്തത്. രാജ്യാന്തര വിപണിയിൽ വില കൂടിയെങ്കിലും എന്നാൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ സംഘർഷം ഇതേപോലെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം കാണപ്പെടുകയും കൂടുതൽ പേർ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുകയും ഒപ്പം തന്നെ നമുക്കറിയാം വിവിധ രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ചൈന ഏറ്റവും അധികം സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ട്രഷറി ഈൽഡ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇനി വെള്ളിയുടെ വില നോക്കിക്കഴിഞ്ഞാൽ 310 ആയിരുന്നു ഗ്രാമിന് വില, 310 രൂപ. ഇന്നത് 20 രൂപ കൂടി ഗ്രാമിന് 330 രൂപ ആയിട്ടുണ്ട്. 1 കിലോ വെള്ളിക്ക് ഇന്ന് 3,30,000 രൂപ എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഹരി വിപണി സെൻസെക്സ് ഇന്നത്തെ വ്യാപാര ആരംഭത്തിൽ 1110 പോയിന്റാണ് ഇടിഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 1059 പോയിന്റ് ഇടിഞ്ഞ് 80,229 സെൻസെക്സിന്റെ വ്യാപാരം. നിഫ്റ്റി 24,500 എന്ന് പറയുന്ന ആ ഒരു ലെവലിന് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. നമുക്കറിയാം ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് ആശങ്കയുള്ള സമയം. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്നു. ഇത്തരത്തിലുള്ള സംഘർഷ പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓഹരി വിപണി ഒരു ഇടിവ് കാണിക്കുന്നുണ്ട്. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏത് രീതിയിലായിരിക്കും നിക്ഷേപകർ പെരുമാറുന്നതെന്ന് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും വരുന്ന വാർത്ത അനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മൾ വരുന്നത് ഓയിലിലേക്കാണ്. ഹാഷ്മി പറഞ്ഞ പോലെയാണ് ഹോർമൂസിലെ ആ ഒരു സംഘർഷ സാധ്യത, റിസ്ക്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ കടൽ മുഖാന്തരമുള്ള എണ്ണ വ്യാപാരത്തിന്റെ 5/1 LNG ചരക്ക് നീക്കത്തിന്റെ ഒരു 20% ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എന്ത് സംഘർഷവും ഈ എണ്ണ വ്യാപാരത്തെ ബാധിക്കും. ഒപ്പം തന്നെ ഇറാൻ ഇതിനെ ഒരു വിലപേശൽ തന്ത്രമായിട്ടാണ് കാണുന്നത്. ഹോർമൂസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. അത് വെച്ച് വിലപേശാൻ വേണ്ടി അവിടെ കിടക്കുന്ന ഓയിൽ ടാങ്കറുകളെ ആക്രമിക്കാനുള്ളൊരു ശ്രമം കൂടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് തുടരുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സിന്റെ ഒക്കെ റിപ്പോർട്ടിൽ 150-ലേറെ ഓയിൽ ടാങ്കറുകൾ അവിടെ വന്നിങ്ങനെ കാത്തു കെട്ടിക്കിടക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തുടരുകയാണെങ്കിൽ എണ്ണവില വീണ്ടും കൂടാനൊരു സാധ്യതയാണുള്ളത്. 13% വരെ ഉയർന്ന് $82.37 പ്രതി ബാരൽ ആ നിലയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ കുറച്ചൊരു ഒതുക്കമുണ്ടായി. 7% എന്ന നിലയിൽ $76 പെർ ബാരൽ എന്ന നിലയിൽ കച്ചവടം തുടരുന്നത്. ഹാഷ്മി, എന്തായാലും യുദ്ധം നീണ്ടു നിന്നാൽ അത് വിപണികളെ വീണ്ടും ബാധിക്കുകയും സ്വർണത്തിന്റെയും ഓഹരി വിപണികളുടെയും ഒപ്പം തന്നെ ക്രൂഡ് ഓയിലിന്റെയും ഒക്കെ വിലയിൽ മാറ്റം വരാം. ആ മട്ടിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിന്റെ വില മറ്റെല്ലാ വിലക്കയറ്റങ്ങളുടെയും മാതാവെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റു വിലകളും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും യുദ്ധം ആ മട്ടിൽ പോകാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് സമവായ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.